വെൽക്കം ടു പാർട്ട് 3 ഓഫ് മൈ സ്കാരി ഡ്രീംസ്. അപ്പോൾ പാർട്ട് 3 ബോംബ് അതായിരുന്നു ഞങ്ങളുടെ കുടുംബം പോലെ സംഭവിച്ചത്. എൻ്റെ അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ. അത് ഞങ്ങളൊരു പൂജ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളിപ്പോൾ ഡൽഹിയിലാണ്. അപ്പൊ ഞങ്ങൾ നാട്ടിൽ പോയത് തന്നെ ആ അമ്പലത്തിന്റെ പുനഃപ്രതിഷ്ഠ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ അവിടെ ഒരു ജോത്സ്യൻ ഈ കബഡി നിരത്തി കബഡി അത് നിരത്തിയിട്ട് നോക്കുന്നില്ല, ഒരാൾ വന്നിരുന്നു. അപ്പോ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭയങ്കര എന്തൂസിയാസം ഉള്ള വീട്ടുകാർ എന്ത് ചെയ്തു, ആളെ കണ്ടപ്പോൾ ആളുടെ അടുത്ത് പോയിട്ട് എൻ്റെ മകൾ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്ന് ഇവര് പറഞ്ഞത് മാത്രമല്ല, എന്നെ കൊണ്ടുപോയി ആളുടെ മുമ്പിൽ നിർത്തി പറയിച്ചു. അപ്പൊ ഈ കഥയൊക്കെ ആള് കേട്ടിട്ട് എൻ്റെ അടുത്ത് കുറെ ക്രോസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എങ്ങനെ, വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ, എന്തിനൊറ്റയ്ക്ക് കിടന്നു, വീട്ടിന്റെ അടുത്ത് അമ്പലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, കുടുംബക്ഷേത്രമുണ്ടോ, എന്താണ് കണ്ടത്, ഇങ്ങനെ പറന്നു പോകുന്നത് ആണോ കണ്ടത്, എങ്ങനെയാണ് ആ സിനാരിയോ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആളെന്നോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിലോ അടുത്തോ ആരെങ്കിലും ഈ ഫയർ ആക്സിഡന്റിൽ മരിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ വീണ്ടും എൻ്റെ കിളി പോയി. കാരണം എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. സോ ഞാൻ ആളിങ്ങനെ പറയാണ്, അത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ ആള് പറഞ്ഞു, ഓക്കെ അതാവാം, ആ മരിച്ച ആളാകാം കാണാൻ വന്നത്, ഭയപ്പെടുത്തുന്നത് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതിങ്ങനെ ആഷസ് ആയിട്ട് ഫ്ലൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആവാം സാധ്യത. നിങ്ങളുടെ ബോഡി എപ്പോഴും ഹീറ്റ് ആവുന്നുണ്ടോ, ആ സമയത്ത് ബോഡി ഹീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, കാരണം ഫുൾ ഹാർട്ട് ബീറ്റും വേർത്തൊഴുകലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പൊതുവേ എൻ്റെ ബോഡി ഹീറ്റാണ്, എനിക്ക് എപ്പോഴും ചൂടാണ്. എൻ്റെ വീട്ടുകാർ പറയുകയും ചെയ്യും, എന്നെ എ സിക്കകത്ത് നിന്നാണോ എടുത്തോണ്ട് വന്നതെന്നൊക്കെ ചോദിക്കും. എനിക്ക് എപ്പോഴും ചൂടാണ്. അപ്പൊ ആളിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല ഇത് വിശ്വസിക്കണോ വേണ്ടയോ. ഞാൻ അങ്ങനെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഉള്ള ഒരാളല്ല, എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അത് അനുഭവിക്കുമ്പോൾ, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ എം ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്, അത് വിശ്വസിക്കേണ്ടി വരുന്നു. വാട്ട് ഡു യു തിങ്ക്?